ഞാനെൻ്റെ മൂകാംബി ദർശന വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സമയം ഒരു 4 മണി കഴിഞ്ഞു. ഞാൻ ആദ്യം തന്നെ സൗപർണിക നദിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മൂകാംബിക പ്രൈവറ്റ് സ്റ്റാൻഡിനോട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന അമ്പലത്തിലോട്ട് ആ തിരിയുന്ന ജംഗ്ഷനിൽ നേരെ പോകുന്നതാണ് സൗപർണികയിലോട്ടുള്ള മെയിൻ വഴി. ഇത് മൂകാംബിക അമ്പലത്തിൻ്റെ സ്കൂളാണ്. ഈ ഇടത്തെ സൈഡിൽ കാണുന്നത് ഗേൾസിൻ്റെ ഹോസ്റ്റലാണ്. അപ്പോൾ ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ സൗപർണികയ്ക്ക് വണ്ടികളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് സൗപർണികയ്ക്ക്. കൂടുതലും ആൾക്കാർ അവിടെ പോയി കുളിച്ചിട്ട് ആണ് അമ്പലത്തിലോട്ട് പോകുന്നത്. സൗപർണികയിൽ ഇപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലാണ്. അവരോട് എഴുതി വെച്ചിട്ടുള്ള അപകടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ. കാരണം കുളിക്കുമ്പോൾ അടുത്ത് തന്നെ കുളിച്ചിട്ട് കയറി പോരുക. അത് നീന്താനൊക്കെ ശ്രമിക്കുമ്പോഴാണ് കുഴികളിൽ ചെന്ന് അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഈ സീസണിൽ വലിയ തിരക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സൗപർണിക നീറ്റുമാണ്. അവിടെ കുളിച്ചിട്ട് ആൾക്കാർ നേരെ വരുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നമുക്ക് പ്രസാദം കിട്ടുമ്പോൾ നമ്മുടെ അടക്ക മരത്തിലുണ്ടാകുന്നൊരു ചെറിയൊരു അടയ്ക്കയ്ക്ക് മുമ്പുള്ള ഒരു ഇതുണ്ട്. അതാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത്. പിന്നെ ഇവിടെ വർഷത്തിലൊരിക്കലും വനപൂജയുണ്ട്. അത് അധികം പേർക്ക് അറിയാത്തൊരു സംഭവമാണ്. വനപൂജയുടെ സമയത്ത് ഉച്ചയ്ക്ക് മൂകാംബിക ദേവീനെ ഇവിടെ കൊണ്ട് നിർത്തി വൈകുന്നേരമാണ് പൂജയെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഇത് പണ്ട് എപ്പോഴും പൂജ നടത്തിയിരുന്ന കല്ലുകളാണ്. ഇന്നിപ്പോൾ അത് ഉപേക്ഷിച്ച് ഇട്ട മട്ടാണ്. അവിടെ ഒന്ന് ദർശിച്ചു. ഈ പോകുന്ന വഴിയാണ് സൗപർണികയുടെ ഉത്ഭവസ്ഥാനത്തോട് പോകുന്ന വഴി. അവിടെ 1-2 റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ പൊതുവേ വെള്ളമെല്ലാം അവർ പമ്പിങ് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത് തന്നെ. അത് കാരണം വെള്ളത്തിൽ ഒഴുക്കില്ല. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതുവേ മൂകാംബിയുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളാണ്. മുരുടേശ്വരമുണ്ട്, അല്ലെങ്കിൽ ഗോകർണമുണ്ട്, ശൃംഗേരിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ടൂറാണ്. അവരുടെ ബോർഡിൽ കൃത്യമായിട്ട് കിലോമീറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മൂകാംബി അമ്പലത്തിൻ്റെ അവിടെ വന്നാൽ എങ്ങോട്ടൊക്കെ പോകണമെന്ന് എന്ത് ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാവും. നമ്മൾ തിരിച്ച് ദേവീ ദർശനത്തിന് പോവുകയാണ്. പോകുന്ന വഴി ഇവിടെ ഒരു ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്. ഇവിടുത്തെ നാടൻ ബോളിയും അതേപോലെ തന്നെ നല്ല അടിപൊളി മസാല ചായയും കിട്ടുന്നൊരു കടയാണ്. പോകുന്ന വഴി നാടൻ കടയാണ്, ഒരുപാട് റേറ്റൊന്നുമില്ല. അവിടെ ഒന്ന് കയറുക. അതിനുശേഷം നമ്മൾ വൈകുന്നേരം ഒരു 7 മണി കഴിയുമ്പോഴേക്കും വൈകുന്നേരത്തെ അമ്പലത്തിലെ പരിപാടികൾ തുടങ്ങും. അപ്പോൾ 9 മണിക്കാണ് അമ്പലം അടയ്ക്കുന്നത്. 8 മണിക്ക് അന്നദാനം തുടങ്ങും. അപ്പോൾ 7 മണി കഴിയുമ്പോഴാണ് ദേവീനെ പുറത്തു കൊണ്ടുവന്ന ശേഷം 5 പ്രാവശ്യം വലം വെക്കുന്നുണ്ട്. ആദ്യം അടിക എന്ന് പറയുമ്പോൾ നമ്മൾ ശാന്തിക്കാരെന്ന് പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ടാണ് ഒരു വലം വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറിയ പല്ലക്ക് 2 റൗണ്ട് വെക്കും. പിന്നെ സ്വർണം പൂശിയിട്ട് ഒരു റൗണ്ട്, പിന്നെ വേറൊരു പല്ലക്ക്. അപ്പോൾ ആ സമയത്താണ് നല്ല തിരക്കായിരിക്കും ഇത് കാണാൻ വേണ്ടി. ഇത് കാണാൻ ഒരു ചടങ്ങ് കൂടിയാണത്. കർണാടക രീതിയിലുള്ള അവരുടെ പൂജ വിധികളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ചെരുപ്പുകൾ വെക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ചെരുപ്പ് ഫ്രീ ആയിരുന്നു, പിന്നെ അത് 5 രൂപയ്ക്ക്, ഇപ്പോൾ വീണ്ടും ഇത് 2 രൂപയ്ക്ക് കിട്ടുന്നത്. ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് ഈ വഴികളൊക്കെ സാധാരണ തിരക്കുള്ള ദിവസം ഇവിടെ നിന്ന് ക്യൂ ഉണ്ടാവും. ഇതിപ്പോൾ മാർച്ച് 8-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പരീക്ഷകൾ നടക്കുന്നതുകൊണ്ട് തിരക്ക് കുറവാണ്. കടകൾ എല്ലാം തന്നെ സജീവമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് 90% മൂകാംബിയിൽ വരുന്നത്. അതിൽ തന്നെ ആ 90-80% കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആൾക്കാരാണ്. വൈകുന്നേരം കാണേണ്ട വേറൊരു അനുസരിച്ച് നമുക്ക് സന്തോഷം തരണം ഈ ദീപ ദർശനം. കുറച്ചുകൂടി നേരത്തെ വന്ന മൂവിയിൽ 2 സൈഡിലെ ആൾക്കാർ നിന്നാൽ കത്തിച്ച് വരുന്ന ചടങ്ങ് കാണേണ്ടതാണ്. ഇതാണ് 2ാമത് റൗണ്ട്. 3ാമത് ഉപയോഗിക്കുക പല്ലക്ക്. ഇന്നിവിടെ നമുക്കൊരു വേദനിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് ആൾക്ക് തല പൊക്കാൻ പറ്റില്ല.
വീൽചെയറിൽ കൊണ്ടുവന്ന് ഈ അമ്പലത്തിലെ ആൾക്കാരുടെ അവർ ഈ സംഭവം മനസ്സിലായി. അവർ കൊടിമരത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് കുറേ പ്രാവശ്യം നോക്കി തലമൊന്ന് പൊക്കി ദേവിയിൽ ദർശനം കിട്ടാനായിട്ട്. അപ്പോൾ അത് മനസ്സിൽ നമ്മളുടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പറ്റാത്ത ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു വരിക്ക് മനസ്സിൽ വിഷമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ വ്യക്തി നമ്മുടെ വീട്ടുകാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് തല ഒന്ന് നോക്കിയിട്ട് പുള്ളിക്ക് ദേവിയെ നോക്കി കാണിക്കാൻ പറ്റും. ഒരു പരിധി ഒരു വിജയിച്ചു. എന്നാലും നമുക്ക് സ്വയം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഇത്രയൊക്കെ തന്നുകൊണ്ട് നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. കൈ തല തളർന്ന ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഇതേപോലെ ഒരു ചടങ്ങുകളാണ്, അതൊന്ന് കണ്ടു നോക്കുക. ക്ഷേത്രത്തിലെ ദേവൻ പ്രതിഷ്ഠിച്ച ശേഷം ക്ഷേത്രത്തിന് മുമ്പായിട്ട് ഒരുപാട് പേര് നാളികേരം അടിക്കുന്നുണ്ട്. അതിൽ അന്നത്തെ ആ ദിവസത്തെ ആ ഒരു ചടങ്ങ് ഇത് സമർപ്പിക്കുന്ന ആൾക്കാർക്ക് മുൻഗണനയുണ്ട്. അവരും കൂടി ചേർന്നാണ് രഥം വലിക്കുന്നത്. ഒരു റൗണ്ട് പൂർത്തിയായ ശേഷം അധിക ദേവീനെ രഥത്തിന് എടുത്തിട്ട് നമ്മൾ എഴുത്തിനൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയ അമ്പലമുണ്ട്. മൂകാംബി അമ്പലത്തിൽ വന്നവർക്കറിയാം. അമ്പലത്തിൽ കയറി വലിച്ച ശേഷം അവിടെ കൊണ്ടുപോയി വെക്കുന്നു, പൂജ ചെയ്ത് ആൾക്കാർ വീണ്ടും ദേവിനെ പ്രാർത്ഥിക്കണം. അതിനുശേഷം തിരിച്ച് അമ്പലത്തോട് കൊണ്ടുപോകും. ഇതിനുശേഷം അപ്പോഴേക്ക് അമ്പലം അടയ്ക്കുന്ന സമയമായിട്ടുണ്ടാവും. 9 മണിയാണ്. എന്നാൽ അവർ 9-9:15 ഒരു കണക്കിന് അവർ ക്യൂ പോകണമെങ്കിൽ 100 രൂപയുടെ ക്യൂ ഉണ്ട്. അതുകൊണ്ട് കയറ്റി വിട്ടിട്ട് വേഗം ക്ലോസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഇന്നത്തെ ദർശനം കഴിഞ്ഞു. ഇനിയിപ്പോൾ അരിഷ്ടത്തിനുള്ള ക്യൂ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. നാളെ രാവിലെ വീണ്ടും കാണാം. താങ്ക് യു.